വിചിത്രവീര്യനെ കൊണ്ട് അംബയെയും അംബാലികയെയും വിവാഹം ചെയ്യിച്ചു ഭീഷ്മര്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വിചിത്രവീര്യൻ രോഗബാധിതനായിട്ട് മരിച്ചു. ഈ അംബികയും അംബാലികയും വിധവയായി. ഇവർക്ക് മക്കളൊന്നുമില്ല. ഇനി അടുത്ത തലമുറ ഇല്ലാത്തത് കൊണ്ട് രാജ്യത്തിൻ്റെ കാര്യം വളരെ കഷ്ടമാകും. ഇവരുടെ വംശം മുന്നോട്ട് പോകണ്ടേ. അങ്ങനെ ഇരിക്കുമ്പോൾ സത്യവതി തൻ്റെ ആദ്യത്തെ പുത്രനായിട്ടുള്ള വേദവ്യാസ മഹർഷിയെ വിളിച്ചു വരുത്തി. ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. പണ്ട് പരാശര മഹർഷിക്ക് സത്യവതിയിലുണ്ടായ പുത്രനാണ് വേദവ്യാസ മഹർഷി. നേരത്തെ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് പല കാരണങ്ങളെ കൊണ്ട് പല പേരുകൾ ഉണ്ടാവാമല്ലോ. വേദവ്യാസ മഹർഷിയുടെ ശരിക്കുള്ള പേര് കൃഷ്ണൻ എന്നാണ്. ദ്വീപിൽ ജനിച്ചു എന്നതുകൊണ്ട് ദ്വൈപായനൻ എന്ന് മറ്റൊരു പേര്. വേദങ്ങളെ വ്യസിച്ചു എന്നതുകൊണ്ട് വേദവ്യാസൻ എന്നൊരു പേര്. കൃഷ്ണൻ എന്നും ദ്വൈപായനൻ എന്നും കൂട്ടിച്ചേർത്തുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്ന് മറ്റൊരു പേര്. ഇങ്ങനെ പല പേരുകളുണ്ട് വേദവ്യാസ മഹർഷിക്ക്. ഇവിടെ അടുത്ത തലമുറയില്ല, വംശം മുന്നോട്ട് പോകണ്ടേ, വംശം നിലനിൽക്കണ്ടേ. ആ ആവശ്യം കൊണ്ട് വേദവ്യാസ മഹർഷിയെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നീയ് ഈ അംബികയും അംബാലികയെയും സ്വീകരിച്ച് ഇവർക്ക് പുത്രന്മാരുണ്ടാവണം എന്ന് പറഞ്ഞു. വേദവ്യാസ മഹർഷിക്ക് അല്പം ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും അമ്മ പറഞ്ഞു എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ചു. പക്ഷേ ഈ അംബികയ്ക്കും അംബാലികയ്ക്കും വേദവ്യാസ മഹർഷിയുടെ മഹത്വം അറിയാത്തത് കൊണ്ട്, ഇത്രയും തപോധനനായ പരമഭക്തനായ വേദവ്യാസ മഹർഷിയുടെ ആ നില ഉൾക്കൊള്ളാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഓരോരുത്തരും ഈ വേദവ്യാസ മഹർഷിയെ സ്വീകരിക്കാൻ നല്ല വൈമുഖ്യം പ്രകടിപ്പിച്ചു. വേദവ്യാസ മഹർഷി അംബികയെ സമീപിച്ചപ്പോൾ അംബിക ഒട്ടും താല്പര്യമില്ലാതെ കണ്ണടച്ചുകൊണ്ട് ആണ് വേദവ്യാസ മഹർഷിയെ സ്വീകരിച്ചത്. ഈ കണ്ണടച്ചുകൊണ്ട് സ്വീകരിച്ചത് കൊണ്ട് അംബികയ്ക്കുണ്ടായ പുത്രനും കണ്ണു കാണാത്തവനായി തീർന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ധൃതരാഷ്ട്രർ. ഇതുപോലെ അംബാലികയുടെ അടുത്ത് വേദവ്യാസ മഹർഷി ചെന്നപ്പോൾ ഭയം കൊണ്ട് ആകെ വിളറി ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് അംബാലിക വേദവ്യാസ മഹർഷിയെ സ്വീകരിച്ചത്. അതുകൊണ്ട് അംബാലികയ്ക്കുണ്ടായ പുത്രൻ പാണ്ഡു, ശരീരം മുഴുവൻ പാണ്ഡുരോഗം ആയിക്കൊണ്ട് ആ പുത്രന്റെ പേര് പാണ്ഡു എന്നായി. എന്നാൽ ഇവർക്ക് ദാസിയായിക്കൊണ്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ വളരെ തികഞ്ഞ ഭക്തയായിരുന്നു. വേദവ്യാസ മഹർഷിയെ അത്രയധികം ബഹുമാനമുള്ള സ്ത്രീയായിരുന്നു. അവർ വേദവ്യാസ മഹർഷിയോട് തനിക്കൊരു പുത്രൻ വേണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. പരമഭക്തിയോടുകൂടി വേദവ്യാസ മഹർഷിയെ സ്വീകരിച്ചു. അവർക്കുണ്ടായ പുത്രനും അതുപോലെ എല്ലാം കൊണ്ടും തികഞ്ഞ വിതുരൻ എന്ന പേരിലുള്ള പരമഭക്തനായി തീർന്നു. ഈ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും വിതുരരുടെയും ഒക്കെ കഥയാണ് മഹാഭാരതം. ധൃതരാഷ്ട്രരുടെ പുത്രന്മാരായിട്ടുള്ള കൗരവന്മാരും പാണ്ഡുവിൻ്റെ പുത്രന്മാരായ പാണ്ഡവന്മാരും അവർ തമ്മിലുള്ള ശത്രുതയും ഒക്കെയാണ് മഹാഭാരത കഥ മുഴുവനായിട്ട് പറയുന്നത്. രസകരമായ അനവധി കഥകൾ മഹാഭാരതത്തിലുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും താല്പര്യമുള്ള ഓരോ കഥകൾ, കേൾക്കാൻ ഇഷ്ടമുള്ള ഓരോ കഥകൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ കമൻ്റായിട്ടോ ഒക്കെ അറിയിച്ചാൽ അത് പറയാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഇത്തരത്തിലുള്ള കഥകൾ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആൾക്കാർ കൂടുതലായിട്ട് കേൾക്കട്ടെ, കുട്ടികൾ കേൾക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.